സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം വല വിരിച്ചു കഴിഞ്ഞ് വലയിൽ അകപ്പെടുന്ന വലിയ മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചും മോശമായ മത്സ്യങ്ങൾ ദൂരെ കളയുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്ന ഭാഗമാണ്. ഇതെനിക്കൊത്തിരി ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം എന്നെ ആദ്യം എനിക്ക് ഒരു വലിയ ഉദാഹരണം തന്ന സുവിശേഷമാണിത്. ഞാനൊരു ശുശ്രൂഷകനായിട്ട് എല്ലാവരും എന്നെ അംഗീകരിച്ചത് ഈ സുവിശേഷം പറഞ്ഞപ്പോഴൊക്കെയാണ്. ഇത് മറ്റാരും എങ്ങും കേട്ടതല്ല. എനിക്ക് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ഒരു മീനിൻ്റെ കഥ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മീൻ അതുപോലെ തന്നെ നമ്മൾ കറി വെക്കില്ല. അത് മുറിച്ച് അതിനകത്തുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞ് ഒക്കെയാണ് നമ്മൾ മീൻ ശുചിയാക്കുക. ഇതുപോലെ നിന്നെയും ഈശോ തിരഞ്ഞെടുത്തതാണ്. നിന്റെ ഉള്ളിലുള്ളതൊക്കെ പലതും കളയേണ്ടതായിട്ട് വരും. ഈശോയ്ക്ക് ഭക്ഷണം ആവശ്യമാണ്. ചിലപ്പോൾ നിന്നെ വെറുതെ കഴുകിയിട്ടാൽ മതിയായിരിക്കും. ചിലപ്പോൾ ചെതുമ്പലൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞ് ശരിയാക്കണമായിരിക്കാം. ചിലപ്പോൾ കല്ലിന്മേലിട്ട് ചിലപ്പോൾ ഉരച്ചേക്കും. ചിലപ്പോൾ തൊലി പൊളിച്ച് കളഞ്ഞെന്നും വരും. ശ്രേഷ്ഠമായ മീൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് ഏത് മേഖലയായിരുന്നാലും ഈശോയാണ് എന്നെ പിടിച്ചിരിക്കുന്നത്, തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദീപികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.